ദിവ്യ. യെസ്, എന്തായാലും കലോത്സവത്തിന്റെ ഒരു ആലസ്യത്തിൽ നിന്ന് തിരുവനന്തപുരം ബ്യൂറോ മാറി വരികയാണ്. സജീവമായ വാർത്തകളിലേക്ക് വീണ്ടും എത്തുന്നു എന്നതാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ വാർത്തകളുമായി കാണാം. ആഷിക്ക് നമുക്കിനി കോഴിക്കോടേക്ക് പോകാം. ഫൈസൽ നെടുമ്പാലയാണ് ചേരുന്നത്. ഫൈസൽ, ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പലപ്പോഴായി പരിഗണിച്ചിരുന്നു. കോടതി അത് മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം മറ്റെന്തൊക്കെയാണ് വാർത്തകൾ മലബാർ മേഖലയിൽ നിന്ന്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷയിലെ വിധി തന്നെയാണ്. കഴിഞ്ഞ 5 തവണയാണ് ഈ ഒരു കേസ് വിധി പറയാൻ വേണ്ടി മാറ്റിയത്. ഓരോ ഘട്ടങ്ങളിലും കോടതി വ്യത്യസ്തമായ കാരണങ്ങളാണ് ഈ വിധി പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവസാനമായി കേസ് ഡയറി ഉൾപ്പെടെ സമർപ്പിക്കണമെന്നും അത് പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നെങ്കിലും MS സൊല്യൂഷൻസ് ഉടമയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നലെ KPCC നിയോഗിച്ച അന്വേഷണ സംഘം NM വിജയൻ്റെ വീട്ടിലെത്തി അവരുടെ കുടുംബത്തെ കാണുകയും കുടുംബത്തിന് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതുവരെ അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം ഈ കേസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പുറത്തു വന്ന കത്ത് NM വിജയൻ്റേത് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു കഴിഞ്ഞാൽ IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ള വയനാട് DCC പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പ്രതി ചേർത്തുകൊണ്ടായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോകുക. അത്തരത്തിൽ വലിയ തരത്തിലേക്കൊരു അന്വേഷണം നീളും. അതുകൊണ്ട് വലിയ തരത്തിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രതിസന്ധിയിലാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്ന് ജില്ലയിലുണ്ട്. വിവിധ MT അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും ഉൾപ്പെടെ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നിന്നുള്ളതാണ്. പാലക്കാട് UDF ഭരിക്കുന്ന കാരമ്പുഴ പഞ്ചായത്തിൻ്റെ പ്രാദേശിക പരിപാടിയിൽ DCC പ്രസിഡന്റും PK ശശിയും ഒരേ വേദിയിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു വാർത്തയും ഇന്ന് വരുന്നുണ്ട്. ദിവ്യ.